പ്രൈസ് ലോർഡ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദവാക്യമാണ്. അതിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന പദം നീ ഭയപ്പെടേണ്ട. തൊട്ടു മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ. അപ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിൽപ്പെട്ട വ്യക്തിയോട്, ജനത്തോട് പറയുന്ന ഒരു ദൈവിക ആലോചനയാണ്. എൻ്റെ ദാസനായ ഇസ്രായേൽ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത വിധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മുലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതായുള്ളവേ. എന്നിട്ടാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളോട് കർത്താവിന് വചനത്തിൽ നൽകുവാനുള്ളൊരു ദൈവിക ആലോചന. നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ പൈതലെ, നീ ഇന്നൊരു പക്ഷേ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു മേഖലയിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. യെശയ്യാപ്രവാചകൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ വെള്ളത്തിലൂടെ, തീയിലൂടെ, ആഴിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന സാഹചര്യമായിരിക്കും. എന്നാൽ കർത്താവിന് നൽകാനുള്ളൊരു ദൈവിക ആലോചന, നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ പൈതലെ, നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവം അറിയാതല്ല. സ്തോത്രം. ആദിയെങ്കിൽ നമ്മുടെ അവസാനത്തെ അറിയുന്ന ദൈവം, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്ന ദൈവം. അപ്പോൾ ദൈവിക പദ്ധതിക്കകത്ത് ഒരു പ്രീ ഡിസ്റ്റൈൻഡ് പർപ്പസ്, ഒരു മുൻനിർണയിക്കപ്പെട്ട ദൈവിക ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കർത്താവിന് നമ്മോട് സംസാരിക്കാനുള്ള ഒരു ദൈവിക ആലോചന. നീ ഭയപ്പെടേണ്ട. ദൈവാത്മാവ് ചിലരെയൊക്കെ ഉറപ്പിക്കുകയാണ്. ഒരുപക്ഷേ മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്, കുരുളുടെ അനുഭവത്തിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. വരൾച്ചകൾ, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണങ്ങിയ അസ്ഥിയായ ഇസ്രായേൽ ഗൃഹത്തോട് പറയുന്നത് പോലെ, ഇസ്രായേൽ ഗൃഹം പറയുകയാണ്, ഞങ്ങളുടെ അസ്ഥികൾ വളരെ ഉണങ്ങിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഇസ്രായേൽ ഗൃഹം പറയുകയാണ്. അപ്പോൾ കർത്താവിന് അവരുടെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്യുവാനുണ്ട്. കർത്താവ് പറയുക, നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എസെക്കിയേൽ പ്രവാചകനിലൂടെയുള്ള ദൈവിക ആലോചനയാണ്. സ്തോത്രം. ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കും. നീ ഭയപ്പെടേണ്ട. സ്തോത്രം. നിൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ അത് ദൈവം അറിയാതല്ല. കർത്താവ് മുന്നമേ അതിൻ്റെ അകത്ത് ചില ദൈവിക പദ്ധതികൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. കർത്താവ് സഹായിക്കട്ടെ.